ഈ പോർമുഖത്ത് നിങ്ങൾ തളർന്നു പോകാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി കാണുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ ഈ പോരാട്ടത്തിൽ നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. ഈ വിജയം ഒരു വാഴ്ചയായിരിക്കും. ഇന്ന് നിങ്ങൾ ഞെരുക്കുന്ന, തളർത്തുന്ന മേഖലകളെ നിങ്ങൾ അതിജീവിക്കുകയും നിങ്ങളതിൻ്റെ നടുവിൽ വാഴ്ച നടത്തുകയും ചെയ്യാൻ പോവുകയാണ്. പിതാവായ ദൈവം യേശുവിന് ഒരു വചനം കൊടുത്തു. അടുത്ത നിമിഷങ്ങളിൽ അവർ നിന്നെ ക്രൂശിക്കാൻ പോവുകയാണ്. അടുത്ത നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ പോവുകയാണ്. നീ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നോ ആ നിമിഷം ഇതാ തൊട്ടു മുൻപിൽ വരികയാണ്. അവർ നിന്നെ ക്രൂശിക്കാൻ പോകുന്നു. നീ കൊല്ലപ്പെടും, നിശ്ചയമാണ്. ഈ ലോകത്തിൻ്റെ പാപം മുഴുവൻ ഞാൻ നിന്റെ മേൽ ചുമത്തും. എന്നാൽ ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു, ഒരു ഉറപ്പ് തരുന്നു. ഇത് നീ മുറുകെ പിടിക്കുക. പോരാട്ടം ശക്തമാണ്, പീഡനം ശക്തമാണ്. എന്നാലിതാ ഞാൻ നിനക്ക് മുമ്പിൽ ഒരു സന്തോഷം വയ്ക്കുന്നു. ഇതാ ഞാൻ നിനക്ക് മുമ്പിൽ ഒരു പ്രത്യാശയുടെ വാക്ക് കൈമാറുകയാണ്. 3-ാം നാൾ നീ ഉയർത്തെഴുന്നേൽക്കും. മരണത്തെ ജയിച്ച് നീ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, കാൽവറിയിൽ ശക്തമായ പോരാട്ടം നടന്ന മണ്ണിൽ വീണു എഴുന്നേറ്റും ഭാരമേറിയ മരക്കുരിശും താങ്ങി ഗോൽഗോഥയിലേക്ക് യേശു നടന്നു നീങ്ങുമ്പോൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന തോന്നത്തക്കവണ്ണമുള്ള പോരാട്ടം അവൻ തീർന്നു, അവൻ അവസാനിച്ചു, ഇനി എഴുന്നേൽക്കയില്ല എന്ന് തോന്നത്തക്കവണ്ണമുള്ള ഒരു പോരാട്ടം. അതിന് നടുവിലും അവൻ ക്രൂശിനെ സഹിച്ചു, അപമാനത്തെ അലക്ഷ്യമാക്കി, തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ ഓർത്തു മുൻപോട്ട് ചുവടുകൾ വയ്ക്കുകയാണ്. ഇന്നു പകൽ നിങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്ന എന്തെങ്കിലും നിങ്ങളുടെ യാത്രാമധ്യേ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിൽ, തളർന്നു വീഴുന്നുണ്ടെങ്കിൽ, ഇന്നു പകൽ ദൈവം നിങ്ങൾക്ക് നൽകിയ വചനത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷത്തെ നിങ്ങൾ കാണണം. എന്താണ് ദൈവം നിങ്ങളോട് പറഞ്ഞത്? ഏതു വചനമാണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്? നിങ്ങൾ അല്പം കൂടി കാത്തിരുന്നാൽ നിങ്ങൾ കാണാൻ പോകുന്നത് വചനത്തിൻ്റെ ശക്തിയാണ്. അത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷീണമുണ്ട്, ഇപ്പോൾ നിങ്ങൾ തളർന്നിരിക്കുകയാണ്. അധൈര്യപ്പെട്ടു പോകണ്ട, മടുത്തു പോകണ്ട. അല്പനേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്പനേരം കൂടി ഒന്ന് പിടിച്ചു നിൽക്കുക. നീ മുറുകെ പിടിച്ചിരിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് നിന്നെ ഞെരുക്കുന്നതിനെ നാളെ നീ വാഴാൻ പോവുകയാണ്. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഹേ മരണമേ, നിന്റെ ജയമെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല നാമത്തിനും മേലായ നാമമാക്കി ഉയർത്തി സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുത്തിയിരിക്കുകയാണ്. എല്ലാ വാഴ്ചകൾക്കും മുകളിലിരുന്ന യേശു വാഴുകയാണ്. നിങ്ങൾ അല്പം കൂടി വെയിറ്റ് ചെയ്യുമെങ്കിൽ, ക്ഷമിക്കുമെങ്കിൽ, അല്പം കൂടി സഹിക്കുമെങ്കിൽ
നിങ്ങൾ വാഴാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.